ഞാൻ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ എളുപ്പമല്ല. തൃശ്ശൂര് ചാവക്കാട് സ്വദേശി സുധീർ ആർപിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ ഷാർജ പോലീസിന്റെ ഒരു കോള് വന്നു. സാധാരണ പോലീസിന്റെ കോള് വന്നാൽ ആൾക്കാർ പേടിക്കുകയാണ് ചെയ്യുക, എന്താണാവോ, എന്ത് സംഭവത്തിനാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പക്ഷെ ഈ കോള് എന്തിനാണ് വന്നതെന്ന് കേട്ടപ്പോൾ സന്തോഷമാണ് ഉണ്ടായത്. എന്താണ് എന്നുള്ളത് സുധീർ തന്നെ പറയും. ഇന്ന് രാവിലെ ഞാനൊരു മീറ്റിംഗിൽ കയറാതിരിക്കുന്ന സമയത്തായിരുന്നു പോലീസിന്റെ കോൾ വരുന്നത്. അപ്പോൾ ഷാർജ പോലീസ് കണ്ടപ്പോൾ മീറ്റിംഗ് ഉടച്ച് കോൾ എടുത്തു. അപ്പം കഴിഞ്ഞ ഫ്രൈഡേ നൈറ്റിൽ കഫ്റ്റീരിയയുടെ പേര് പറഞ്ഞു കാസ്മിയ കഫ്റ്റീരിയയിൽ പോയിരുന്നു. അപ്പോൾ നിങ്ങളോട് സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ അവിടുന്ന് ഒരു റിപ്പോർട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1000 dirhams ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അതായത് 450 വന്നിട്ടുള്ളൂ, 450 ഫിൽസ്. അപ്പോൾ 5 dirhams ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തത് 1000 dirhams ആയി പോയി. അങ്ങനെയാണ് പിന്നെ ഒരു 4 ദിവസമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ 1000 dirham മിസ്സിങ്ങിന്റെ കഥ അവിടെ മനസ്സിലാവുന്നത്. അതായത് അടുത്ത് UAE നോട്ടുകൾ മാറിയപ്പോ 5 ദർഹത്തിന്റെയും 1000 ദർഹത്തിന്റെ നോട്ടുകൾ ഏതാണ്ട് ഒരേ കളറാണ്. അപ്പോ കാശെടുത്ത് കൊടുത്തപ്പോ രാത്രിയാണ് സംഭവിക്കുന്നത്. 5 ദർഹത്തിന്റെ നോട്ടിന് പകരം കൊടുത്തത് 1000 ദർഹത്തിന്റെ നോട്ടാണ്. അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് അത് അതിന്റെ ഉടമനെ തിരിച്ചേൽപ്പിക്കാനായിട്ട് ഒരു മലയാളി നടത്തിയ പ്രയത്നമാണ് ഇപ്പോ നമ്മള് അറിയാൻ പോണത്. ഈ ആളെ ഇപ്പോ സുധീർ കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ റാഷിദ് എന്ന് പറഞ്ഞ ആളെ കാണാൻ പോകുന്നേ ഉള്ളൂ. നമുക്കൊന്ന് കൂടെ പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ റാഷിദ്. 1000 ദർഹത്തിന്റെ ഉടമനെ കണ്ടെത്താനായിട്ട് പോലീസിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് തുക ഏൽപ്പിക്കാനായിട്ട് ശ്രമിച്ച ആള്. എനിക്കാണ് പൈസ കൊടുത്തത് 5 രൂപ കൊടുത്തത്. കാശ് വാങ്ങി വന്നാണ്. നാട്ടിലെവിടെയാ? നാട്ടില് കാഞ്ഞങ്ങാട് തായ്നൂർ സ്ഥലത്താണ്. കയ്യില് കാശ് വന്നത് തിരിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം എന്തായിരുന്നു? കാരണം വെച്ചാല് നമ്മളെ ബോസ് അങ്ങനെ പഠിപ്പിച്ചുള്ളത് കൊടുക്കാൻ വേണ്ടിട്ട്. അധികം പൈസ വന്നു തിരിച്ചു കൊടുക്കണം. എന്നിട്ട് എന്റെ സുഹൃത്തുണ്ടായിരുന്നു പോലീസ് ജാസിം വേണ്ടി, അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ നമ്പർ അടിച്ചു നോക്കി അങ്ങനെ കെട്ടിട്ട് വിളിച്ചിട്ട് കൊടുത്തു. ഇന്ന ആളാണെന്ന് പിടികിട്ടി. പോലീസാണ് പറഞ്ഞത് ആളെ ഏൽപ്പിക്കാൻ. ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്പർ കെട്ടി ഇയാളെ നമ്പർ കെട്ടിട്ട് വിളിച്ചു പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ എളുപ്പമല്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ, അവർക്ക് മറച്ചു വെക്കാം, കിട്ടിയില്ല എന്ന് വിചാരിക്കാം. നമ്മളിപ്പോ തിരിച്ചു വന്നെങ്കിലല്ലേ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം 4 ദിവസമായിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് എടുക്കാവുന്നുള്ളൂ. പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതൊന്ന് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയപ്പോഴാണ് ഞാൻ സാധിക്കും പറഞ്ഞത് അത് ചെയ്യാം നമുക്ക്. അങ്ങനെ അധികമായിട്ട് കിട്ടിയ തുക അദ്ദേഹം ഇപ്പോ സുധീറിന് തിരിച്ചേൽപ്പിച്ചേക്കാണ്. സത്യത്തില് ഇങ്ങനെയുള്ള പ്രവാസികളാണ് മലയാളികളുടെയും അതേപോലെ തന്നെ നമ്മളിവിടെയുള്ള പ്രവാസികളുടെയും അഭിമാനം എന്ന് പറയുന്നത്. അവരുടെ സത്യസന്ധതയും വിശ്വാസ്യതയാണ് ഇപ്പോഴും പ്രവാസ ലോകത്തിന്റെ വില എന്ന് പറയുന്നത്. ഷാർജയിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ.